ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു കുക്കീസാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കുക്കീസ് ഓട്സ് കൊണ്ടുള്ള കുക്കീസാണ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അളവും എല്ലാം കണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 150 ഗ്രാം മൈദാ മാവാണ്. അപ്പോൾ അളവ് നോക്കുമ്പോൾ ഈ മൈദാ മാവ് നിറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് നിറച്ചാണ്, 200 ml കപ്പിൽ നിറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഗ്രാം അളവാണെങ്കിൽ 150 ഗ്രാമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ നിറച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ 1/4 കപ്പ് അളവിൽ എടുക്കാം കേട്ടോ. ഒരു കപ്പും 200 ml ഒരു കപ്പും 1/4 കപ്പും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുക്കീസൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു വനസ്പതിയാണ്. ബിസ്ക്രീമിൻ്റെ കുക്കീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് 100 ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കുക്കീസിൻ്റെ വനസ്പതി ഇല്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട, ആ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. അത് ഞാൻ ഇവിടെ 75 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 150 ഗ്രാം മൈദാ മാവ് എടുക്കുകയാണെങ്കിൽ 75 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം. അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ട. വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 രൂപയുടെ ഒരു കവറ് ഹോർലിക്സിൻ്റെ പൊടിയാണ്. നിങ്ങൾ സ്പൂൺ അളവാണെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 രൂപയുടെ ഒരു പാക്കറ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം. കാരണം നമ്മൾ ഇതിൽ വെള്ളവും ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു നമ്മളൊരു വനസ്പതി ചേർത്താണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തിരി താമസിക്കും. നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വീഡിയോ ഫുള്ള് കാണുക. ചെയ്തൊക്കെ നമ്മൾ ഈ ഒരു കുക്കീസൊക്കെ ചെയ്ത് നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 1 കിലോ കുക്കീസിന് 250 രൂപയൊക്കെ വാങ്ങിക്കാം. നമ്മൾ ഈ ഒരു വനസ്പതി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ, ബട്ടർ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ പൈസ വാങ്ങിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നല്ലതായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു പരുവമായിട്ടുണ്ട്. നിങ്ങൾക്കിത് തയ്യാറാക്കാനൊക്കെ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു പോവാം കേട്ടോ. പക്ഷേ നിങ്ങൾ വീഡിയോ കാണണം, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കളറും കൂടി കൊടുക്കുകയാണ്. ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതൊന്നും ചേർക്കേണ്ട. ഞാൻ ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അത് ചേർക്കണം. നിങ്ങൾ മാക്സിമം അത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല കുഴച്ച് പരുവാക്കി എടുക്കണം കേട്ടോ. ഇതിങ്ങനെയൊന്നുമല്ല, നല്ല കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കിതിൽ ഒരു കാര്യം കൂടി ചേർക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഓട്സാണ് 50 ഗ്രാം ഓട്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം കേട്ടോ. നല്ലതായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടണം. നമ്മൾ ഇത് കുഴയ്ക്കാൻ പാടെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം ഒന്നും ചേർത്ത് കളയരുത്. അത് കുഴച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കൂടുതൽ നമുക്ക് ലൂസായി കുഴച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് ചെയ്യുമ്പോൾ അത് പരന്ന് പോകും കേട്ടോ. ആ ഒരു കുക്കീസ് പരന്ന് ഒട്ടും തന്നെ ഭംഗിയില്ലാതാവും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി കുഴയ്ക്കണ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുക്കീസിനുള്ള എല്ലാ കുഴച്ച് മാവ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, നല്ലതുപോലെ ഉരുട്ടി പരുവാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കുക്കീസൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ നിറയെ പറ്റി പിടിച്ചിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് സോപ്പിട്ട് ഉടനെ ഒന്ന് കഴുകിയെടുക്കരുത്. ഒരു തുണി കൊണ്ട്, നനഞ്ഞ തോർത്ത്, ഒരു കോട്ടൺ തോർത്തോ എന്തെങ്കിലും കൊണ്ട് തുടച്ചെടുത്തിട്ട് നിങ്ങൾ കഴുകുകയാണെങ്കിൽ കൈ നല്ലതുപോലെ പെട്ടെന്ന് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇതിനെ ഒന്ന് പരത്താണ്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഷീറ്റ് വിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ആദ്യം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചപ്പാത്തി കോല് കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. അധികം നൈസായി പോയി കഴിഞ്ഞാൽ കുക്കീസ് ചപ്പിയ കുക്കീസായിട്ടിരിക്കും കേട്ടോ. ഇത്തിരി നല്ല കട്ടിക്ക് പരത്തിയെടുത്താലേ നല്ല ഭംഗിയുള്ള കുക്കീസ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനവിടെ 4 സൈഡും ഒന്ന് ഒതുക്കി ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. പതുക്കെ ഒന്ന് ഒതുക്കി ഒന്ന് പരത്തി കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ സപ്പോർട്ടും ലൈക്കും അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി എല്ലാവരും കൊടുക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ കമൻ്റായിട്ട് പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ അടുത്ത് കേൾക്കാം കേട്ടോ, ബേക്കിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഇതുപോലെ പരത്തിയ ശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന ആ ഓട്സ് ഞാൻ ഇതിലെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിറയെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ചപ്പാത്തി കോല് കൊണ്ട് ഒന്ന് ഇത് ഉരുട്ടി കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇത് ഓട്സ് നല്ലതുപോലെ ആ മാവിൽ പറ്റി പിടിച്ചിരിക്കും. അതാകുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിലിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്കീസൊക്കെ തയ്യാറാക്കുന്ന കട്ടർ കൊണ്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുക്കീസിൻ്റെയൊക്കെ കട്ടറിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അത് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതവിടെ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 അളവിലുള്ള കുക്കീസ് കട്ടറും എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ക്വയറായിട്ടുള്ള റൗണ്ടായിട്ടുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്ക്വയറും തയ്യാറാക്കുന്നുണ്ട്, കുറച്ച് റൗണ്ടും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണോ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. നിങ്ങൾക്ക് ഈ കുക്കീസിൻ്റെ കട്ടറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. എന്നാൽ നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓട്സ് ഒന്ന് പറ്റിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിവിടെ കുറച്ച് അളവിൽ സ്ക്വയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കുക്കീസും. അപ്പോൾ ഞാൻ കുറേ കുക്കീസിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ട് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്കിത് ഇളക്കാൻ കൈകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിയും ഇതുപോലത്തെ ഒരു നൈഫോ അല്ലെങ്കിൽ നമ്മൾ ദോശ ഇളക്കുന്ന ഇത് ചട്ടുകയില്ലേ, ആ ഒരു ചട്ടുക ഉപയോഗിച്ച് ഇളക്കിയാലും മതി കേട്ടോ. ഇനി ബാക്കിയിരിക്കുന്ന മാവിനെ ഇതേപോലെ ഒന്ന് ഉരുട്ടി പരത്തിയ ശേഷം നമ്മൾ റൗണ്ടിലുള്ള കുക്കീസും തയ്യാറാക്കുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു കുക്കീസിൻ്റെ കട്ടർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇതുപോലെ മാവ് എടുക്കുക. അതിന് ശേഷം നമ്മൾ കയ്യിൽ ചെറിയ അളവിലെടുക്കുക. പിന്നീട് നമ്മളത് ഉരുട്ടുക. കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയ ശേഷം അതിനൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വിരള വെച്ച് പതുക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു ഓട്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ രീതിയും പറയുന്നത് നമുക്ക് കുക്കീസിൻ്റെ കട്ടറൊക്കെ ഇല്ലാത്തവരും കാണും. അതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്യുന്നത് ഓവണിൽ വെച്ചാണ്. നിങ്ങൾക്ക് ഓവൺ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചും കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ടും നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. അപ്പോൾ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 25-27 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് വെന്ത് കിട്ടും കേട്ടോ. അത് ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ച് കിട്ടും. എൻ്റെത് മോർഫി റിച്ചാർഡിൻ്റെ ഓവണാണ് ഇരിക്കുന്നത്. എൻ്റെ മിനിമം ചൂടാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് അധികം ചൂടായിട്ടുള്ളതൊന്നുമല്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വച്ചിട്ട് ഒരു 27 മിനിറ്റ് ആയപ്പോഴാണ് എൻ്റെത് നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയത് കേട്ടോ. അപ്പം നിങ്ങൾ അടുപ്പിലാണ് വയ്ക്കണമെങ്കിൽ ഒരു 30 മിനിറ്റ് 32 മിനിറ്റൊക്കെ വയ്ക്കണം കേട്ടോ. കാരണം അതത്ര പതുക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതവിടെ കുക്കീസൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചെറിയ ചൂടുണ്ട് എങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ രൂപയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോ കുക്കീസിന് നമ്മൾ വാങ്ങിക്കുന്നത് 250 രൂപ വാങ്ങിക്കാം. അത് മാത്രമല്ല, നിങ്ങൾ ബട്ടറിലാണ് തയ്യാറാക്കുകയാണെങ്കിൽ അതിന് വില കൂട്ടി വാങ്ങിക്കണം കേട്ടോ. അത് ഓരോ സ്ഥലത്തിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് 250-300 രൂപ അടുപ്പിച്ചൊക്കെ എല്ലാ കുക്കീസും നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ഇഷ്ടപ്പെടുകയാണ്, ലൈക്ക് ചെയ്യുക.